നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ഓപ്പൺ ഫോറത്തിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കത്തിക്കയറുകയാണ്. ഓരോ ദിവസവും ഒരു തവണയായും ഒന്നിലധികം തവണയായും വലിയ വർധനമാണ് സ്വർണ്ണവിലയിൽ ഉണ്ടാവുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം 8,000-ലധികം രൂപയുടെ വർധനമാണ് പവനിൽ രേഖപ്പെടുത്തിയത്. ഈ വർഷം 2026 ജനുവരി 1-ന് 99,040 രൂപയിലായിരുന്നു സ്വർണം പവന് വ്യാപാരം ആരംഭിച്ചിരുന്നത്. എന്നാൽ ഒരു മാസം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ സ്വർണ്ണവില ഏതാണ്ട് 1,30,000 കടന്നിരിക്കുകയാണ്. ഈ പണിക്കൂലി ഉൾപ്പെടെ ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ ഏതാണ്ട് 1,40,000-അടുത്ത് രൂപ നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. 2024-ൽ സ്വർണ്ണവിലയിൽ 24% വർധനവാണ് രേഖപ്പെടുത്തിയതെങ്കിൽ അത് 2025-ൽ 60%-ആയി ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായി. 2026-ൽ ഒരു മാസം കൊണ്ട് തന്നെ ഏതാണ്ട് 18%-ഓളം വർധനയാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ സ്വർണ്ണവില വർധനവ് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്, സന്തോഷം നൽകുന്ന കാര്യമാണ്. പക്ഷേ ഈ വിവാഹ സീസണൊക്കെ ആയതിനാൽ തന്നെ ഈ ആവശ്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിവാഹ ആവശ്യത്തിനൊക്കെ തന്നെ സ്വർണം വാങ്ങാൻ എത്തുന്നവരെയാണ് ഈ വില വർധനവ് വലിയ തോതിൽ ബുദ്ധിമുട്ടിലാക്കുന്നത്. ഈ സ്വർണത്തിൻ്റെ വില ഇത്രമാത്രം ഉയരുന്ന സാഹചര്യത്തിൽ സ്വർണം വേണ്ടെന്ന് വയ്ക്കാൻ തയ്യാറാകുമോ ആളുകൾ? ഒപ്പം വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയാണോ സ്വർണ്ണ വ്യാപാര മേഖല? ഈ ഒരു വിഷയമാണ് ഇന്ന് ഓപ്പൺ ഫോറം പരിശോധിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് MS ഗോൾഡിൻ്റെ MD ആയിട്ടുള്ള UPK സമീർ, സ്കൈ ഗോൾഡിൻ്റെ സെയിൽസ് മാനേജറായിട്ടുള്ള PK മിർഷാദ്, ഒപ്പം കുടുംബശ്രീ ജില്ലാ മിഷൻ ജെൻഡർ കമ്മ്യൂണിറ്റി കൗൺസിലറായിട്ടുള്ള MM അനിത എന്നിവരാണ്. മൂന്നുപേരെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ആദ്യം ജ്വല്ലറി ഉടമയായിട്ടുള്ള ശ്രീ സമീറിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീ സമീർ, അനുദിനം സ്വർണം വില വലിയ തോതിൽ ഉയരുകയാണ്. ഇത് വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നുണ്ടോ സ്വർണ്ണ വ്യാപാര മേഖലയെ? തീർച്ചയായും സ്വർണ്ണ വ്യാപാര മേഖലയുടെ ഇൻഡസ്ട്രിയിലെ തകർച്ച പോലെയാണ് ഞങ്ങൾക്കൊക്കെ അത് ഫീൽ ചെയ്യുന്നത്. കാരണം റേറ്റ് ഇപ്പോൾ ഏത് കസ്റ്റമർക്കായാലും റേറ്റ് പഴയതുപോലെ അഫോർഡബിൾ റേറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാലും ഗോൾഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിലേക്ക് നോക്കുമ്പോൾ ഗോൾഡിന് അത്ര ഇൻവെസ്റ്റ്മെന്റ് ഒരു പ്ലാൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അഡ്വാൻസ് ബുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് അത് ബ്ലോക്ക് ചെയ്യാനും ഈ റേറ്റിൽ തന്നെ ഇനി ഫ്യൂച്ചറിലും റേറ്റ് ഉയരും തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ എല്ലാവർക്കും അറിയാം, പിന്നെ US ഡോളറിന്റെ വീക്ക്നെസ് ഇന്ത്യൻ റുപ്പി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 92 റുപ്പീസിന്റെ അടുത്ത് വരുന്നത്. അതൊരു കാരണമായിട്ടാണ് ഈ ഡോളർ ഗ്രാം ജ്വല്ലറി എപ്പോഴും ഒരു ഗ്രാം സ്വർണം എപ്പോഴും ഈക്വൽ ടു 1 ഗ്രാം ജ്വല്ലറി തന്നെയാണ്. പക്ഷേ ഡോളറിനുള്ള വേരിയേഷൻ വരുന്നതുകൊണ്ടാണ് മെയിനായിട്ടും സ്വർണത്തിന് ഇങ്ങനെ വില കുതിച്ചു പോകുന്നത്. വരുന്ന കസ്റ്റമേഴ്സിന്റെ നമ്പേഴ്സിലേക്ക് ഞങ്ങൾക്ക് മാറ്റം വരുന്നില്ല, പക്ഷേ ക്വാണ്ടിറ്റി വൈസിൽ വളരെ കുറവാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വില ഇനിയും അങ്ങോട്ട് ഉയർന്നു തന്നെ പോകുമെന്നൊരു സൂചന തന്നെയാണോ ഈ മേഖലയിൽ നിന്ന് ലഭിക്കുന്നത്? തീർച്ചയായും വില ഇനിയും കൂടാൻ തന്നെയാണ് ചാൻസ് കാണുന്നത്. കാരണം ലോകത്തുള്ള എല്ലാ ബാങ്കുകളും എല്ലാ രാജ്യങ്ങളും US ഡോളർ ബോണ്ട് എല്ലാവരും കൺവേർട്ട് ചെയ്ത് ഗോൾഡിലേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ഈവൻ പോളണ്ട് പോലും ലാസ്റ്റ് വീക്ക് 700 ടൺ ഏകദേശം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു അവരുടെ റിസർവ് ഫണ്ട് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇന്ത്യ വാങ്ങിച്ചിട്ടുണ്ട്, ചൈന, അതുപോലെ തന്നെ തുർക്കി, എല്ലാ രാജ്യങ്ങളും അവരുടെ ഫോറിൻ റിസർവ് ഫണ്ട് ഗോൾഡിലേക്ക് മാറ്റിയത് കാരണമാണ് ഈ ഗോൾഡിന് ഇത്രയും വില കൂടാൻ തന്നെ കാരണം. ഇതെങ്ങനെയാണ് ഈ സ്വർണം വാങ്ങാൻ എത്തുന്നവരുടെ ആളുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകുന്നുണ്ടോ? ആളുകളുടെ എണ്ണത്തിൽ കുറവല്ല, പക്ഷെ ക്വാണ്ടിറ്റിയിൽ കുറവ് നന്നായിട്ടുണ്ട്. അത് ശരിക്കും ബിസിനസിനെ ബാധിക്കുന്നുണ്ട്. ശരിക്കും ബിസിനസിനെ ബാധിക്കുമല്ലോ. കാരണം ഞങ്ങളെ ഡേ ടു ഡേ റണ്ണിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്ത് പോകണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര ഗ്രാംസ് ഗോൾഡ് സെയിൽ ചെയ്തേ പറ്റുള്ളൂ. അത് ഗോൾഡ് അതിന്റെ ഒരു ക്വാണ്ടിറ്റിയിലുള്ള അളവ് വരുമ്പോൾ അത് ശരിക്കും ബിസിനസിനെ നന്നായി ബാധിക്കുന്നു. ശരി, താങ്കളിലേക്ക് വരാം. ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും അതിലൊക്കെ അത് തരണം ചെയ്ത് വരികയാണ്. ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ജനങ്ങൾക്ക് നൽകി അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള പ്ലാനിലാണ് ഞങ്ങളുടെ ടീം ഉള്ളത്. ഈ ഓഫറുകളൊക്കെ നൽകാൻ പറ്റുന്നുണ്ടോ? ഈ സാഹചര്യത്തിൽ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആളുകളെ ജ്വല്ലറിയിലേക്ക് ആകർഷിക്കാൻ കൂടുതൽ ഓഫറുകളൊക്കെ നൽകാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് മെയിനായിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ജനങ്ങൾക്ക് ഇപ്പം കൊടുക്കുന്നുണ്ട്. കാരണം ഈ റേറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് അവർക്ക് വീണ്ടും സ്വർണം ഇതേ റേറ്റിൽ തന്നെ കൂടിയ റേറ്റിലല്ലാതെ കുറഞ്ഞ റേറ്റിൽ വാങ്ങിക്കാനുള്ള ഇഷ്ടംപോൾ സ്കീം നമ്മൾ അവൈലബിൾ ആക്കി കൊണ്ടുവരുന്നത്. അതിലാണ് ഇപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. ഓഫർ മേക്കിംഗ് ചാർജിലും നല്ല ഓഫറാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്.
ഗോൾഡ് വാങ്ങിക്കണം, അതിന് ഫ്യൂച്ചറിൽ 2 മാസം കഴിഞ്ഞിട്ട് ജനങ്ങൾക്ക് ജ്വല്ലറി വാങ്ങിക്കണം എന്നുള്ള ഒരു പ്ലാൻ ഉള്ളവർ ഈ റേറ്റ് ബ്ലോക്ക് ചെയ്തിട്ട് അവർക്ക് അഡ്വാൻസ് സ്കീം വഴി ഞങ്ങളുടെ റേറ്റ് ബ്ലോക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിന്റെ റിസ്ക് പൂർണ്ണമായിട്ട് അതൊരു റിസ്കി ഫാക്ടറാണ്. അത് ആ റിസ്ക് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത്തരം സ്കീമുകൾ നൽകാൻ സാധിക്കുന്നത്. പക്ഷേ ഈ നവമാധ്യമങ്ങളിലൊക്കെ തന്നെ ചിലർ പ്രചരിപ്പിക്കുന്നത് ഇപ്പം ആരും സ്വർണം വാങ്ങാൻ നിൽക്കേണ്ട, ഇനി സ്വർണത്തിന് വില വലിയ തോതിൽ താഴോട്ട് ഇറങ്ങാൻ പോവുകയാണ്, കുറച്ച് കാത്തു നിൽക്കൂ എന്ന രീതിയിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഈ ജ്വല്ലറിയിലേക്ക് വരാൻ മടിക്കും, വില ഇനി കുറയുമെന്ന ധാരണ പ്രകാരം. അങ്ങനെയുള്ള ഒരു പ്രചരണം അത് വ്യാജമല്ലേ ശരിക്കും? ആ പ്രചരണം ശരിക്കും അത് തീർത്തും അസംബന്ധമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം ജ്വല്ലറിക്ക് ഇനി ഗോൾഡിന് വില കുറയണമെന്നുള്ളൊരു സിനാരിയോ അത് വേൾഡ് മാർക്കറ്റ് അവർ ശരിക്കും സ്റ്റഡി ചെയ്യാണ്ട് ഓരോ റിപ്പോർട്ട് വരുന്നതാണ്. അല്ലാണ്ട് ഗോൾഡ് ഏതെങ്കിലും രാജ്യത്ത് കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഇവിടെ പിന്നെ വേരിയേഷൻ വരുമോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. കാരണം ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡോളറിന്റെ മേലല്ല. കാരണം ലണ്ടൻ ബുള്ളിയൻ എക്സ്ചേഞ്ച് ഉണ്ട്, അതിന്റെ അസോസിയേഷൻ, അവരാണ് ഈ റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ആ ഫിക്സ് ചെയ്യുന്നതും ഡോളറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഡോളറിന് എത്രത്തോളം ടെൻഷൻ വരുന്നോ, വേൾഡിൽ വാറുകൾ വരുന്ന സമയത്തുള്ള ടെൻഷൻ വരുന്നത്, അപ്പോൾ ഡോളർ ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ 64 63 റുപ്പീസുള്ള ഡോളർ ഇതേപോലെ തന്നെ 92 റുപ്പീസിൽ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഗോൾഡിന് ഇത്രയും ഹൈക്ക് ഉണ്ടാകാൻ കാരണം. അല്ലാതെ സീസൺ വൈസ് ചില കസ്റ്റമർ വരുമ്പോൾ കല്യാണ സീസൺ ആകുമ്പോൾ ഗോൾഡിന് റേറ്റ് കൂടും, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴേ വന്നിട്ട് വാങ്ങിക്കുന്നതൊക്കെ പറയും. അതൊക്കെ ഒരു ശരിയായ ഡാറ്റ അനലൈസ് ചെയ്യാണ്ട് പറയാനുള്ള കാരണമാണ്. ഈ പണ്ടൊക്കെ തന്നെ ഈ കല്യാണത്തിന് ആവശ്യത്തിന് വരുന്നവരൊക്കെ തന്നെ ഒരു 50 പവൻ 100 പവനൊക്കെ എടുത്തു പോകുന്നവർ ഇപ്പം വളരെ ചുരുക്കി, അല്ലെങ്കിൽ ഈ ക്യാരറ്റ് കുറച്ചൊക്കെ തന്നെയാണോ വാങ്ങിയിട്ട് പോകുന്നത്? അതെ, ഇപ്പൊ അതിനുശേഷം ഈ റേറ്റ് മാറിയതിനു ശേഷം 18 ക്യാരറ്റിന് ഇപ്പൊ നല്ല പ്രൊമോഷൻ ചെയ്യും. 18 ക്യാരറ്റിന്റെ സെയിൽ കൂടിയതായിട്ട് കാണുന്നു. കാരണം ഇപ്പം പ്യൂരിറ്റി കുറച്ചിട്ടാണ്. പക്ഷെ 18 ക്യാരറ്റിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ബാങ്ക് പ്ലഡ്ജ് ചെയ്യില്ല എന്നുള്ള ഒരു ഒറ്റ കാരണങ്ങൾ കൊണ്ടാണ്. അതും റിസർവ് ബാങ്ക് എന്തോ പുതിയ പദ്ധതിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്, അതും കൂടി പ്ലഡ്ജ് ചെയ്യാന്നുള്ളതാണ് കേട്ടുവരുന്നത്. ശരി, താങ്കളിലേക്ക് തിരികെ വരാം. ശ്രീ പി കെ മിർഷാദ്, ഈ പുതുതലമുറയ്ക്ക് ഇപ്പോൾ സ്വർണത്തിനോട് വലിയ ഒരു താല്പര്യമൊന്നും കാണുന്നില്ല. ഈ സ്വർണ്ണ വില വലിയ തോതിൽ ഉയരുന്നത് കൊണ്ടാണോ എന്നും അറിയില്ല, പുതിയ തലമുറ വലിയൊരു താല്പര്യം ഈ സ്വർണത്തോട് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് വ്യാപാരത്തെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ? സ്വർണ്ണ വ്യാപാരത്തിൽ ഇപ്പോ ഏറ്റവും ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഇപ്പോ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ്. പൂർണ്ണമായിട്ടും പുതിയ ആൾക്കാർക്ക് അങ്ങനെ ഒരു വിഷമങ്ങളൊന്നും ഇല്ല ഈ ഒരു പർച്ചേസിങ് ടൈമിൽ. പക്ഷെ ഇപ്പൊ ഒരു ട്രെൻഡ് ആയിട്ട് തന്നെയാണ് ഇപ്പൊ പുതിയ തലമുറ ഒരു ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത് തികച്ചും ശരിയാണ്. എന്നാലും പൂർണ്ണമായിട്ടും അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് നമുക്ക് വെക്കാൻ പറ്റില്ല. എന്നാ പുതിയ കല്യാണം അങ്ങനെയുള്ള കാര്യങ്ങൾ ടൈമൊക്കെ വരുമ്പോൾ എന്തായാലും പർച്ചേസിങ് നമ്മുടെ അടുത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു റേറ്റിന്റെ ഒരു സാഹചര്യത്താല് ആ ഒരു പർച്ചേസിങ്ങിന്റെ ക്വാണ്ടിറ്റി, അതായത് ഒരു അളവ് കുറച്ച് കുറവാണെന്നേ ഉള്ളൂ. അതായത് നോർമലി നമ്മളൊരു 10 പവൻ 20 പവനൊക്കെയാണ് നോർമലി നമ്മൾ ഒരു 2 മാസം 3 മാസം മുന്നേ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവന്റെ ഒരു ക്വാണ്ടിറ്റിയിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു 10 പവനും 5 പവനൊക്കെ ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായിട്ടും പുതിയൊരു തലമുറ ഗോൾഡിനെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ആ ഒരു ട്രെൻഡ് ചെറിയൊരു മാറ്റം വന്നിട്ടും മാത്രമേ ഉള്ളൂ. അതായത് വാങ്ങുന്ന സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ട്, പക്ഷേ ജ്വല്ലറിയിൽ എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല. ഒരു കുറവും ഇതുവരെ അങ്ങനെ നമ്മുടെ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്. അതായത് മലയാളികൾക്ക് പൂർണ്ണമായിട്ടും ഒരു കാലത്തും ഈ ഒരു ഗോൾഡിനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഇതുണ്ടാവില്ല എന്നാണ് ഞാൻ ധരിക്കുന്നത്. അതായത് ഒരു മലയാളി ഇപ്പോ എല്ലാ മലയാളികളും ഇപ്പോ ഓൾറെഡി ഗോൾഡിന് കൂടുന്നുണ്ടെന്ന് പറയുകയാണെങ്കിലും അവര് മൊത്തത്തിൽ അവര് ഓൾറെഡി അവര് റിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയാന്നുണ്ടെങ്കിൽ ഈവൻ ഏതൊരു മലയാളിന്റെ അടുക്ക മിനിമം ഒരു 5 പവനോ 10 പവനോ ഉണ്ടാവും. പണ്ടത്തെ വാല്യൂയുടെ അനുസരിച്ചിട്ട് ഇപ്പോഴത്തെ വാല്യൂ നോക്കുകയാണെങ്കിൽ അത് ഡബിളിന്റെ ഡബിളായിട്ടാണ് ഇപ്പോ അതിന്റെ വാല്യൂ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരിക്കലും മലയാളികൾ പൂർണ്ണമായിട്ടും അത് യങ്സ്റ്റേഴ്സ് ആയിക്കഴിഞ്ഞാലും പുതിയ ജെൻസി ആയിക്കഴിഞ്ഞാലും പൂർണ്ണമായിട്ടും ഗോൾഡിനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഇതുണ്ടാവില്ല എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീമതി MM അനിത, നമ്മുടെ കാലമൊക്കെ മാറി, പക്ഷേ
ഈ ഒരു കല്യാണമൊക്കെ ആകുമ്പോൾ ഈ സ്ത്രീധനം കൊടുക്കുക വാങ്ങുക എന്നതൊക്കെ തന്നെ കുറ്റകരമാണ് എന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഒരു കല്യാണമൊക്കെ നടത്തുമ്പോൾ വീട്ടുകാർ എന്തെങ്കിലും സ്വർണമൊക്കെ കൊടുത്ത് അയക്കണ്ടേ എന്നുള്ള ആ ഒരു ചിന്താഗതിക്ക് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ സ്വർണ്ണവില ക്രമാതീതമായി ഉയരുകയാണ്. ഒരു കല്യാണമൊക്കെ നടത്തണമെങ്കിൽ ഈ സ്വർണമൊക്കെ വാങ്ങണമെങ്കിൽ വലിയ ബാധ്യത ആ കുടുംബത്തിനുണ്ടാകും. കടം വാങ്ങിയും പലിശക്കെടുത്തും ലോണെടുത്തും ഒക്കെ തന്നെ സ്വർണം വാങ്ങി ഈ വിവാഹമൊക്കെ നടത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരു വിവാഹമൊക്കെ നടത്താൻ വലിയൊരു വെല്ലുവിളിയായി മാറുകയല്ലേ ഒരു വിവാഹമൊക്കെ? തീർച്ചയായിട്ടും വിവാഹം സാധാരണക്കാരന്റെ ജീവിതത്തെയാണ് കൂടുതൽ ബാധിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി നമുക്ക് കഴിയും. കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ സ്വർണ്ണക്കട ഉടമ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള സ്ത്രീകളാണ്. പുതിയ തലമുറയിലുള്ള പെൺകുട്ടികൾ അല്പമെങ്കിലും മാറി ചിന്തിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ വിദ്യാഭ്യാസമാണ് മറ്റതിനേക്കാൾ എല്ലാം വലുത് എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയൊക്കെ അല്പമെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. എന്നാലും അവരുടെ രക്ഷിതാക്കൾ അവരുടെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ മനോഭാവത്തിൽ വലിയ മാറ്റം അല്ലെങ്കിൽ പൊതുബോധം എന്ന് പറയുന്നത് ഇപ്പോഴും സ്വർണം ധരിക്കുന്ന പെൺകുട്ടി തന്നെയാണ്. ഒരു പെണ്ണിന്റെ കല്യാണം കഴിയുമ്പോ നമ്മൾ ആ പെൺകുട്ടീന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരിക്കലും സദ്യ എന്തായിരുന്നു എന്നല്ല ചോദിക്കുക, എത്ര ഉണ്ടായിരുന്നു സ്വർണം, പുതിയ മോഡലൊക്കെ ഉണ്ടായിരുന്നോ, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പൊതുസമൂഹത്തിൽ നിന്ന് പൊതുവെ കേൾക്കുന്നത്. ഒരു രക്ഷിതാവ് ആ രക്ഷിതാവിന്റെ ആജീവനാനന്ദ സമ്പാദ്യം മുഴുവൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പൊ പല രക്ഷിതാക്കളും പറയുന്നത് എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരു ഭാരം ഒഴിഞ്ഞു വന്നാണ്. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിടുമ്പോ ഒരു രക്ഷിതാവ് പറയുന്നത് ഒരു ഭാരം ഒഴിഞ്ഞു വന്നാണ്. അപ്പൊ സ്വർണത്തിന്റെ വില, അതായത് സ്വർണം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മലയാളത്തിൽ ശബ്ദധാരാവലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ശോഭനമായി സഞ്ചരിക്കുന്നത് എന്നാണ്. അപ്പൊ ആർക്കാണ് ശോഭനമാകുന്നത് എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വില എടുത്ത. അപ്പോ വില ഇങ്ങോട്ട് എന്നുള്ള നമ്മുടെ ചർച്ച പോകുമ്പോൾ വില മുകളിലോട്ട് തന്നെയാണ്, കുത്തനെ ഉയരുന്നു എന്നുള്ളതാണ് ഇക്കോണമി നമുക്ക് നൽകുന്ന ഒരു വാക്യം അല്ലെങ്കിൽ അതിന്റെ ഒരു ക്യാപ്ഷൻ എനിക്ക്. അപ്പോ വില ഉയരുന്ന സാഹചര്യത്തിൽ അത് പൊതുജീവിതത്തെ, സാമൂഹ്യ ബന്ധങ്ങളെ, മനുഷ്യ ജീവിതത്തെ, പ്രത്യേകിച്ച് സ്ത്രീ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണും. അപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കടയിൽ പോകുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവില്ല. അപ്പൊ ഞാൻ എന്റെ നിരീക്ഷണത്തിൽ മനസ്സിലാക്കിയ ഒരു ചെറിയ മാർക്കറ്റ്, ഒരു ചെറിയ ടൗൺ എടുത്താൽ പോലും അവിടെ ഒരു ജ്വല്ലറിയും പൂട്ടിയിട്ടില്ല എന്നുള്ളതാണ്. മറ്റനേകം കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു വസ്ത്രാലയാണെങ്കിലും അല്ലെങ്കിൽ മറ്റൊരു കച്ചവട സ്ഥാപനമാണെങ്കിലും അവർക്ക് വിപണിയിൽ ഒരു ഇടിവ് വരുന്ന സമയത്ത് അനേകം കച്ചവട സ്ഥാപനങ്ങൾ പൂട്ടി കച്ചവടക്കാര് അല്ലെങ്കിൽ അതിന്റെ മുതലാളിമാര് അവിടുത്തെ ആളുകളെയൊക്കെ മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് എത്തിക്കുന്ന ഒരു സാമൂഹ്യ അവസ്ഥയുണ്ട്. പക്ഷെ എന്റെ ഒരു നിരീക്ഷണത്തിൽ ഒരു സ്വർണ്ണക്കടയും പൂട്ടിയിട്ടില്ല. എല്ലാ സ്വർണ്ണക്കടയിലും ആളുകൾ കയറി ഇറങ്ങുന്നുണ്ട്. കാരണം സാധാരണക്കാരന്റെ മനസ്സിൽ ഒരുപക്ഷെ സ്വർണം എന്നത് ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമ്മൾ സ്വർണം ഇത്ര പവൻ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ ഇത്ര പവൻ തരാ എന്ന് പറയുന്നതിന് പകരം ഒരു സ്വർണത്തിന്റെ വിലയാണ് നമ്മൾ പറയേണ്ടത് എന്നാണ് എന്റെ ഒരു ആഗ്രഹം, എന്റെ ഒരു താല്പര്യം. അല്ലെങ്കിൽ എനിക്ക് ഒരു പൊതുസമൂഹത്തോട് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ചാനലിൽ ചർച്ച നടക്കുമ്പോൾ അത് കണ്ടു വളരുന്ന യുവത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പവൻ എന്ന് പറയുന്നതിന് പകരം അതിന്റെ വിലയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് എന്നുള്ള അതിന്റെ ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. ശ്രീ UPK സമീർ, ഇപ്പോൾ ശ്രീമതി MM അനിത പറഞ്ഞതുപോലെ ഈ വ്യാപാരത്തിൽ വലിയ ഇടിവുണ്ടാകുമ്പോൾ ഈ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവയൊക്കെ തന്നെ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ സ്വർണ്ണ വ്യാപാര മേഖലയിൽ അത് ഉണ്ടാവുന്നില്ല. സ്വർണ്ണവില കുത്തനെ ഉയരുകയാണ്. കച്ചവടത്തിൽ ചെറിയ തോതിലെങ്കിലും മാന്ദ്യം അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നില്ല. ഈ ചെറുകിട സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളുടെയും കാര്യങ്ങൾ അങ്ങനെയാണോ? ഈ വില കുതിച്ചു വരുന്നതിനനുസരിച്ച്, കച്ചവടം കുറയുന്നതിനനുസരിച്ച് അടച്ചുപൂട്ടേണ്ട സാഹചര്യം ഈ ചെറുകിട സ്വർണ്ണ വ്യാപാര മേഖല നേരിടുന്നുണ്ടോ? തീർച്ചയായും. കാരണം ഇപ്പോൾ സ്വർണ്ണ വ്യാപാര മേഖല പിടിച്ചു നിൽക്കുന്നതിന് ഈ ക്യാപിറ്റൽ അപ്രീസിയേഷന്റെ ഭാഗമായിട്ടാണ് ചെറുകിടക്കാർക്കൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കാരണം അവരുടെ ഡെയിലി എക്സ്പെൻസ് എന്ന് പറയുന്നത് അത് വലിയൊരു എമൗണ്ടാണ്.
അത് അവർക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇനിയുള്ള ചെറുകിടക്കാർക്കൊക്കെ ഫീൽഡ് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടാവുക. അത് മാഡം പറഞ്ഞത് തീർച്ചയായിട്ടും അത് മാഡം മാർക്കറ്റിൽ ശരിക്കും ഗോൾഡ് ബിസിനസിന്റെ പിന്നെ കാര്യങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥാപനങ്ങളും കൂട്ടി പോകുന്നുണ്ട്. കാരണം ഫണ്ട് ഡൈവേർട്ടിഫിക്കേഷൻ ആയി പോകുക. കാരണം ഫണ്ട് ഡൈവേഴ്സ് ആയി കഴിഞ്ഞാൽ ഈ ഗോൾഡ് ഫീൽഡിൽ ഒരു കാലത്ത് ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം അതിന്റെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞത് വലിയ ഹ്യൂജ് ആണ്. കാരണം നമ്മൾ പറയുന്ന പോലെ ഓരോ വർഷവും ഇപ്പൊ ഈ വർഷം തുടങ്ങിയിട്ട് ആകെ ഒരു മാസം ആകുന്നതിന് മുന്നേ തന്നെ 18% റേറ്റ് ഹൈക്ക് ആയിട്ടുണ്ട്. അപ്പൊ ചെറുകിടക്കാർക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല. സമീപഭാവിയിൽ വലിയ പ്രതിസന്ധി തന്നെ ഈ മേഖലയിൽ ഉണ്ടാവുമെന്ന ഒരു ആശങ്കയുണ്ട്. ഇൻഡസ്ട്രിക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടാവുന്ന ചാൻസ് ഞാൻ കാണുന്നത്. ശ്രീ പി കെ മിർഷാദ്, ഈ ജ്വല്ലറിയിലെ ഈ സ്വർണത്തിനൊക്കെ വില കൂടുമ്പോൾ തന്നെ ഈ ജ്വല്ലറി സ്ഥാപനങ്ങൾ ഉടമകളുടെയും പ്രത്യേകിച്ച് ജീവനക്കാരുടെയും ഒക്കെ ആശങ്ക വർദ്ധിക്കുന്ന ഒരു മറ്റൊരു കാര്യം ഈ കവർച്ചയൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ തന്നെ ഹുൻസൂരിലെ ഒരു ഷോറൂമിൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വലിയൊരു കവർച്ച നടത്തിയിരുന്നു. അതിൽ പ്രതികളൊക്കെ പിടികൂടി എന്നാണ് അറിയുന്നത്. അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? വലിയൊരു ആശങ്ക ആ കാര്യത്തിൽ നിൽക്കുന്നുണ്ട്, സുരക്ഷയുടെ കാര്യത്തിൽ. സുരക്ഷ ഇപ്പോ പഴയതുപോലെ നമ്മളിപ്പോ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട മെയിൻ ആയിട്ട് നമ്മൾ സെക്യൂരിറ്റിയിലാണ്. അതായത് മെയിൻ സെക്യൂരിറ്റി 100% നമ്മൾ കൂട്ടിയേ തീരും. ഇത്രയും ഹെവി മൂല്യം കൂടിയ സ്ഥിതിക്ക് നമ്മൾ മെയിൻ ആയിട്ട് ഇനിയുള്ളത് ഒരു CCTV ആയിക്കോട്ടെ, അലാമിലായിക്കോട്ടെ, മറ്റുള്ള കാര്യങ്ങളിലായിക്കോട്ടെ, അതിലൊക്കെയാണ് ഇപ്പൊ നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് മുൻസൂര് ഷോപ്പ് അങ്ങനെ ഉണ്ടായത് അതൊരു വലിയൊരു ടീമാണെന്ന് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതിന്റെ റിക്കവറി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷവും മുന്നേയും നമ്മൾക്ക് ഇത്തരം വിജിലൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി സ്ട്രോങ് ആക്കേണ്ട ആവശ്യം നമ്മൾ മുന്നിൽ കാണുകയാണ്. അതെങ്ങനെയാണ് അന്വേഷണം കർണാടക പോലീസാണെന്ന് എന്റെ അറിവ് ശരിയാണെങ്കിൽ എങ്ങനെയാണ് സ്വർണമൊക്കെ തിരിച്ചു കിട്ടാൻ ആവശ്യമായ ഇടപെടൽ ഉണ്ടാവുന്നുണ്ടോ? സാമാന്യമായിട്ടുള്ള വീണ്ടും കർണാടകയിലെ 2-3 ഷോപ്പുകൾ ഇപ്പൊ റീസെന്റ് അങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇനി ഇത് കേരളത്തിലും ഇത് വ്യാപിക്കാനുള്ള ഒരു ചാൻസ് കാരണം നമ്മുടെ ഷോപ്പും ഉള്ള എല്ലാ ബ്രാഞ്ചസും നമ്മളിപ്പോ ഹൈ അലേർട്ട് ആണ്. ഇപ്പൊ മൊത്തത്തിൽ സെക്യൂരിറ്റി കാര്യങ്ങളും അതൊക്കെ ഹൈ അലേർട്ട് ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇത്രയും വാല്യൂ കൂടിയ സ്ഥിതിക്ക് ഇനിയിപ്പോ നെക്സ്റ്റ് നമ്മൾ സെയിൽസിൽ കുറഞ്ഞാലും നമ്മൾ ഹൈ അലേർട്ട് ആയിരിക്കണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ആ കവർച്ചയുടെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിച്ചിരുന്നു. അതിൽ ഈ തോക്കൊക്കെ ചൂണ്ടി ഈ സ്വർണം വാങ്ങാൻ എത്തിയവരൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഇവർ സ്വർണം അപഹരിച്ച് കടന്നു കളഞ്ഞത്. അതിനുശേഷം അവിടെ കച്ചവടം കുറയുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് എല്ലാവരും കണ്ടതാണല്ലോ. അതിനുശേഷം നമ്മൾ വീണ്ടും അത് പഴയ സ്റ്റൈലിൽ തന്നെ ജ്വല്ലറി സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വന്ന് പഴയ രീതിയിൽ തന്നെ ആയി. ഒന്നും കൂടി സെക്യൂരിറ്റി ഫോഴ്സിനെ കൂട്ടി, അത്ര മാത്രമേ ഉള്ളൂ. സെയിൽസും മറ്റുള്ള ഇതുമായിട്ടൊരു കുറവും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം പഴയതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീമതി MM അനിത, ഇതാണ് സംഭവം. ഈ വലിയ പൈസയൊക്കെ കൊടുത്ത് നമ്മൾ ഈ സ്വർണം വാങ്ങിയാൽ തന്നെ ഇത് എവിടെ കൊണ്ടുവയ്ക്കും ധൈര്യപൂർവ്വം? ഈ ബാങ്കിൽ ലോക്കറിൽ വയ്ക്കാനാണെങ്കിൽ ഭൂരിഭാഗം ബാങ്കുകളിൽ ലോക്കർ സൗകര്യമില്ല, ലോക്കറൊക്കെ ഫുള്ളാണ് എന്ന രീതിയിൽ മറുപടിയാണ്. വീട്ടിൽ വെച്ചിട്ട് ഇത് പോകാനും പറ്റില്ല ഈ കവർച്ചക്കാർ. ഇനി അഥവാ നമ്മൾ ശരീരത്തിൽ ധരിച്ചു പോകാൻ തന്നെ ഇനി പേടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഏത് രീതിയിലാണ് ഈ കവർച്ചക്കാർ അത് തട്ടിപ്പറിക്കുക എന്ന രീതിയിലൊക്കെ തന്നെ പോലീസൊക്കെ തന്നെ കൃത്യമായ മുൻകരുതൽ നടക്കുന്നുണ്ട്. ഈ പൊതുയിടങ്ങളിലൊക്കെ തന്നെ കൂടുതൽ സ്വർണം ധരിച്ചൊന്നും ആളുകൾ ഇറങ്ങരുത്, അത് കവർച്ചയ്ക്ക് ഇടയാകും, അപകടത്തിന് ഇടയാക്കും എന്നൊക്കെ തന്നെ. എങ്ങനെയാണ് ഈ സ്വർണം വാങ്ങി വലിയ തുക കൊടുത്ത് വാങ്ങിയാൽ തന്നെ നമ്മളിത് എങ്ങനെയാണ് ഉപയോഗിക്കുക? തീർച്ചയായിട്ടും അതൊരു വലിയ സാമൂഹ്യ വിപത്ത് തന്നെയാണ്, പ്രശ്നം തന്നെയാണ്. ഇപ്പൊ കൂടുതലും അതിക്രമങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നത് അതിനൊരു പ്രധാന കാരണം സ്വർണ്ണമാണെന്ന് നമ്മളെല്ലാം അനുദിനം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പത്ര മാധ്യമങ്ങളിൽ കൂടി വരുന്ന വാർത്തകൾ, നമ്മുടെ എല്ലാം നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ. പ്രായമുള്ള സ്ത്രീകൾ പശുവിന്റെ പാല് ക്ഷീരസംഘങ്ങളിൽ കൊടുക്കാൻ പോകുമ്പോഴേ, അവര് റേഷൻ കടയിൽ പോയി വരുമ്പോഴൊക്കെ ബൈക്കുകളിൽ എത്തുന്ന യുവാക്കൾ പ്രത്യേകിച്ച് ഹെൽമെറ്റ് ഒക്കെ വെച്ചെത്തുന്നു. സ്വന്തം മക്കൾ വന്നാൽ പോലും ഹെൽമെറ്റ് വെക്കുന്നവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇപ്പൊ പ്രായമുള്ള സ്ത്രീകളൊക്കെ റോഡിൽ കൂടി റേഷൻ കടയിൽ പോയിട്ടും വൈകുന്നേരം ജോലികളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴൊക്കെ നമുക്കറിയാം അവരോട് വഴിയൊക്കെ ചോദിച്ചിട്ട് ആളുകൾ വന്ന് അവരുടെ തള്ളിയിടുകയും അവരുടെ ആഭരണങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന
നിത്യേന കാഴ്ചകളായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ പകല് പല കച്ചവട സാധനങ്ങൾ വിൽക്കാൻ എന്ന പേരിൽ വീടുകളിലേക്ക് വരുന്ന ആളുകൾ പുറകുവശത്തെ കൂടിയൊക്കെ ചേർന്ന് സ്ത്രീകളുടെ കഴുത്തിൽ നിന്നും അല്ലെങ്കിൽ അലമാരയൊക്കെ തുറന്ന് ആഭരണങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന വാർത്തകൾ. അതിനപ്പുറം സ്ത്രീ നേരിടുന്ന അതിക്രമം എന്ന് പറയുന്നത് സ്ത്രീധനത്തിന്റെ പേരിൽ അത് ഏറ്റവും വലിയ അക്രമമാണ്. നമുക്കറിയാം നമ്മുടെ തെക്കൻ ജില്ലകളിലൊക്കെ ഈ അടുത്തുണ്ടായിട്ടുള്ള കുറെ സംഭവങ്ങൾ സ്ത്രീധനത്തിന്റെ പേരിൽ. ഈ അടുത്ത് കഴിഞ്ഞ ആഴ്ച പോലും 200 പവൻ കൊടുത്തിട്ട് അവിടെ അമ്മയും മകളും ആത്മഹത്യ ചെയ്യേണ്ടി വരികയാണ്. പല കാരണങ്ങളുണ്ടാകാം, പക്ഷെ അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് തീർച്ചയായും സ്വർണം തന്നെയാണ്. പണ്ട് നമ്മള് കവി പാടിയത് കേട്ടിട്ടുണ്ട്, കലഹം പലവിധം കനകം മൂലം കാമിനി മൂലം എന്ന്. അത് ഒരു പക്ഷേ ഇന്ന് അത് പുതിയ രീതിയിൽ പുതിയ വേർഷൻ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഇന്നത്തെ സമൂഹത്തിൽ എങ്ങനെയാണ് വന്നു ചേരുന്നത് എന്ന് നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കാം. അപ്പൊ തീർച്ചയായിട്ടും പലപ്പോഴും അതിന്റെ രസകരമായ വാർത്തകൾ കൂടി വരുന്നുണ്ട്. സ്വർണ്ണാണെന്ന് കരുതി കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ട് വഴിയിൽ ഉപേക്ഷിച്ച വാർത്തകൾ ഗോൾഡ് കവറിങ്ങിന്റെ ആഭരണങ്ങളാണ് എന്ന് തിരിച്ച് അറിയുന്നു. അതുപോലെ ബാങ്കിൽ പണയം വെക്കാൻ പോലും ഈ ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സാമൂഹ്യ അവസ്ഥ എന്ന് നിലനിൽക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതീവ ജാഗ്രതയോടെ സ്വർണം എങ്ങനെയാണോ തീയിലിട്ട് ഉരുക്കി അത് വിളയിച്ചെടുക്കുന്നത്, അപ്പൊ അത്രയും ചൂടുള്ള ഒരു വസ്തു തന്നെയാണ്, അത്രയും വില പിടിക്കുന്ന കനമുള്ള പൊള്ളുന്ന ലോഹം തന്നെയാണ് സ്വർണം. അപ്പോ ഏറ്റവും മനോഹരമാണ് അതിന്റെ അർത്ഥശോഭനം എന്ന് കാണുന്ന പോലെ. പക്ഷെ അതിനപ്പുറത്ത് ഇതെല്ലാം അതിക്രമങ്ങളും പിടിച്ചുപറിയും കൊള്ളയും കൊലയും ചൂഷണവും കൊലപാതകവും ആത്മഹത്യയും എല്ലാം സ്വർണത്തിന്റെ പേരിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു വസ്തുതയായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാൻ ഉള്ള മാർഗം നിയമം കൈകാര്യം ചെയ്യുന്നവരും അതുപോലെ നമ്മുടെ സാമൂഹ്യ പ്രവർത്തകര്, ഭരണാധികാരികൾ, ജനങ്ങൾ എല്ലാം, തലമുറ ഉൾപ്പെടെ, അവിടെ സ്ത്രീയോ പുരുഷനോ ഒന്നുമില്ല, ജനങ്ങളെല്ലാം തന്നെ അതീവ ജാഗ്രതയോടുകൂടി സ്വർണം എന്നത് ഒരു പക്ഷേ നമ്മുടെ എല്ലാം ശത്രുവായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം നിലവിൽ വരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാം. ശ്രീ UPK സമീർ, നമ്മൾ ഈ സ്വർണ്ണവില വർദ്ധിക്കുമ്പോൾ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ് എന്ന ഒരു അഭിപ്രായമാണ് പൊതുവെ വരുന്നത്. എങ്ങനെയാണ് ഈ ഓരോ സംസ്ഥാനങ്ങളും ഈ സ്വർണ്ണവിലയിൽ മാറ്റം വരുന്നുണ്ടോ? ഇപ്പോൾ അങ്ങനെ ഇല്ല. ശരിക്കും ഇപ്പൊ എല്ലാ സ്റ്റേറ്റിലും ഏകദേശം ഒരേ വിലയാണ്. 1 ഇന്ത്യ 1 റേറ്റ് എന്നുള്ള കണ്ടീഷൻ തന്നെയാണ് വരുന്നത്. ഗോൾഡിന്റെ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ ആണ്. അവിടെയാണ് അവർ ഈ ഡോളർ ബേസ് ചെയ്തിട്ടാണ് അവിടെ ഓപ്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഡോളർ വീക്കാകുന്നതോടുകൂടി ഇവിടെ സ്വർണത്തിന് വില കൂടാൻ കാരണം. വില കൂടാൻ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങളുടെയും റിസർവ് ബാങ്ക്സ്, അവരെ സെൻട്രൽ ബാങ്കുകൾ ഇപ്പോൾ ഈ US ബോണ്ട് ഫുള്ള് കൺവേർട്ട് ചെയ്ത് മെറ്റലിലേക്ക്. കാരണം സിൽവറിനും നല്ല റേറ്റ് ആണ്. സിൽവർ നിങ്ങൾ ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ടാണ് സിൽവറിനും നല്ല റേറ്റ് ആയി. ഈ ഒരു വർഷം കൊണ്ട് ഏകദേശം 120% ഇപ്പോൾ സിൽവറിനും റേറ്റ് ഹൈക്ക് ആയിട്ടുണ്ട്. എല്ലാവരും മെറ്റലിലേക്ക് ഇവരുടെ രാഷ്ട്രത്തിന്റെ റിസർവ് ഫണ്ടുകൾ ഇതിലേക്ക് മാറുന്നത് കൊണ്ടാണ് റേറ്റിങ്ങിന് കൂടാൻ കാരണം മെയിനായിട്ട്. ഈ നേരത്തെ ഈ ജ്വല്ലറികളുടെ പ്രധാനപ്പെട്ട ഒരു ഓഫർ എന്ന് പറയുന്നത്, നേരത്തെ നിശ്ചിത തുക നൽകി അവിടെ അഡ്വാൻസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാസം കഴിഞ്ഞാലും എത്ര വർഷം കഴിഞ്ഞാലും ആ ആവശ്യ സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന തുകയ്ക്ക് സ്വർണം ലഭിക്കുമെന്നായിരുന്നു. അത്തരത്തിലുള്ള ഓഫറൊക്കെ ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ വിലയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഉയരുന്ന സാഹചര്യത്തിൽ വില ഉയരുന്നത് കൊണ്ട് നമുക്ക് ഓഫർ കൊടുക്കാൻ പറ്റാണ്ടില്ല. കാരണം ഞങ്ങൾ അത് MCXൽ കട്ട് ചെയ്ത് അവർക്ക് കസ്റ്റമറിനാണ് അത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്. കാരണം കസ്റ്റമർക്ക് എപ്പോഴും റേറ്റ് കൂടുന്നതിനുള്ള ഒരു ഭയം തീർത്തു കൊടുക്കുകയാണ് ഞങ്ങൾ അതിലേക്ക് ചെയ്യുന്നത്. കാരണം അത് ഞങ്ങൾ ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ നിന്ന് ഒരു 100 ഗ്രാം കസ്റ്റമർ നമ്മളിവിടെ അഡ്വാൻസ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ റേറ്റിൽ തന്നെ അവർക്ക് ആ മെറ്റൽ ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ മാഡം പറഞ്ഞതുപോലെ ഇതൊരു ഒരു തെറ്റിന്റെയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇന്ന് എല്ലാവർക്കും അത് ഗുണമായി ചെയ്തതാണ്. കാരണം കഴിഞ്ഞ വർഷം ഒരു മകൾക്ക് 25 പവൻ കൊടുത്ത് കല്യാണം കഴിച്ചിട്ട ആൾക്കാർക്ക് ആ മകളുടെ ഇന്നത്തെ ആസ്തി ജസ്റ്റ് കമ്പയർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഗോൾഡിന് ഇനിയും റേറ്റ് ഇതേപോലെ കൂടുകയാണ്. റീസെന്റ് ഇപ്പൊ പോളണ്ട് പോലുള്ള രാജ്യങ്ങൾ കംപ്ലീറ്റ് അവരുടെ സെൻട്രൽ ബാങ്ക് പർച്ചേസ് ചെയ്യുന്നത് 700 ടൺ ഗോൾഡാണ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. അതൊക്കെയാണ് ഇപ്പോൾ റീസെന്റ് റേറ്റ് കൂടാനുള്ള കാരണം. ശ്രീ PK മിർഷാദ്, താങ്കളൊരു സ്ഥാപനത്തിന്റെ സെയിൽസിന്റെ
മാനേജറാണ്. എങ്ങനെയാണ് ഈ ബിസിനസ് പിടിക്കുന്നത്? ഇങ്ങനെ വിലയൊക്കെ ഉയർന്നു നിൽക്കുമ്പോൾ എന്തൊക്കെ ഓഫർ നൽകിയാണ് ഈ ഉപഭോക്താക്കളെ ഈ ജ്വല്ലറിയിലേക്ക് ആകർഷിക്കുന്നത് നിങ്ങൾ? മെയിനായിട്ട് നമ്മളിപ്പോ ശങ്കർ ഭായ് പറഞ്ഞ പോലെ അഡ്വാൻസ് സ്കീമിലോടും കസ്റ്റമേഴ്സിനെ ആകർഷിപ്പിക്കുകയാണ്. മെയിനായിട്ട് അവർക്ക് കുറഞ്ഞ പ്രൈസിന് കിട്ടും. ഇപ്പം ബുക്ക് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് കൂടിക്കഴിഞ്ഞാലും അവർക്ക് ആ ബുക്ക് ചെയ്ത റേറ്റും കിട്ടും. പെട്ടെന്ന് അഥവാ ഇനി എന്തെങ്കിലും ഒരു ഇടിവ് സംഭവിക്കുകയാണെങ്കിൽ ആ കുറഞ്ഞ റേറ്റിനും കിട്ടും. പിന്നീട് നമ്മൾ ഈ ഒരു ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ് പിന്നെ അടുത്ത ലക്ഷ്യം. അത് മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള എല്ലാ വഴിയും, റേഡിയോ വഴിയും, നോട്ടീസ് വഴിയും, എല്ലാ വഴിയും നമ്മൾ മാക്സിമം കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പണിക്കൂലിയിലും മറ്റുള്ള ഇതിലൊക്കെ മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കാന്നുള്ളതാണ്. ഇപ്പൊ പ്രോഫിറ്റ് കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ കസ്റ്റമേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ് ഇപ്പൊ ചെയ്യുന്നത്. പ്രോഫിറ്റ് കുറച്ച് കുറവാണ്, എന്നാലും പ്രശ്നമില്ല. ഇപ്പോഴത്തെ ഹൈ റേറ്റിന് ഇനിയിപ്പോ വല്ലാത്തൊരു മേക്കിംഗ് ചാർജും കാര്യങ്ങളൊക്കെ ആയി കൂടുതൽ കസ്റ്റമേഴ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് മാക്സിമം ആ ഒരു അളവിൽ നമ്മളൊരു ചെറിയൊരു ലാഭം പ്രോഫിറ്റ് എടുത്ത് അങ്ങനെ ഒരു ആകർഷണം കൊടുത്തിട്ടാണ് മാക്സിമം നമ്മളെ കസ്റ്റമേഴ്സിനെ നമ്മൾ കൊണ്ടുവരുന്നത്. ശ്രീമതി MM അനിത, നമ്മുടെ ഈ പുതിയ തലമുറയൊക്കെ തന്നെ കുറെ മാറിക്കഴിഞ്ഞു. അവർക്ക് ഈ സ്വർണ്ണമൊക്കെ തന്നെ നിർബന്ധമില്ല എന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. സിമീറൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂർണ്ണമായും പുതുതലമുറ ഇത് വേണ്ടെന്ന് വയ്ക്കുന്നില്ല. പക്ഷേ എന്നാൽ കൂടി അത് നിർബന്ധമാണ് എന്ന രീതിയിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ രക്ഷിതാക്കളൊക്കെ തന്നെ മാറുന്നത് കാണുന്നില്ല. നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചു ഒരു മകളും അമ്മയും ആത്മഹത്യ ചെയ്ത സംഭവം. 100-200 പവനൊക്കെ കൊടുത്ത് കടം വാങ്ങിയും വലിയ പൈസ ലോൺ എടുത്തും ഒക്കെ തന്നെ ആർഭാടമായി കല്യാണമൊക്കെ നടത്തുന്നു. അത്തരം രീതിയിൽ വലിയ രീതിയിൽ കല്യാണം നടത്തിയിട്ടും മകളുടെ ഭാവി സുരക്ഷിതമല്ല എന്ന് വരുമ്പോഴാണ് ഈ ആത്മഹത്യ പോലുള്ള ഈ പ്രവണത ഉണ്ടാകുന്നത്. ശരിക്കും രക്ഷിതാക്കളും ഒരു പരിധിവരെ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ശ്രദ്ധ ചെലുത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും. എന്നെ ഇപ്പം പരിചയപ്പെടുത്തുമ്പോൾ കുടുംബശ്രീ ജില്ലാ മിഷനാണെന്ന് പരിചയപ്പെടുത്തി. അപ്പൊ ഞങ്ങളിപ്പോ സ്ത്രീകൾക്കിടയിൽ ഇത്തരം കാര്യങ്ങൾ മാത്രമല്ല, സ്വർണം കൊണ്ട് മാത്രമല്ല, പൊതുസമൂഹത്തിൽ സ്ത്രീകളുടെ നിലനിൽക്കുന്ന മനോഭാവത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണം. പ്രത്യേകിച്ചും ഒരു പുരുഷാധിപത്യ മനോഭാവമുള്ള സമൂഹമാണ് ഇന്ത്യയെ സംബന്ധിച്ചുള്ളത്. അതിന്റെ പ്രതിഫലങ്ങൾ എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും കേരളത്തിലും നമുക്ക് തീർച്ചയായിട്ടും കാണാൻ വേണ്ടി കഴിയും. അപ്പൊ അവിടെ സ്ത്രീ എന്ന് പറയുന്നത് ഒരു ഉപഭോഗ വസ്തുവാണെന്നും വിപണന മൂല്യം ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ സ്ത്രീ തന്നെയാണ് ധനം എന്ന് പറയുന്നൊരു വാക്കുപോലും ഉണ്ട്. പക്ഷെ അതൊക്കെ മാറേണ്ടുന്ന സമയം കഴിഞ്ഞു. സ്ത്രീ തന്നെയാണ് ധനം എന്ന് പറയുമ്പോൾ അവിടെ പൊന്നിനോട് അല്ലെങ്കിൽ മറ്റ് ധനത്തോട് സ്ത്രീ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല. ഇന്ത്യയുടെ ഭരണഘടന സ്ത്രീക്കും പുരുഷനും തുല്യ പദവിയും തുല്യ അധികാരവും ഒക്കെ തന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ. ഒരുപക്ഷെ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് എത്ര സ്വർണം കൊടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാലും ആ കുടുംബത്തിനകത്ത് ആ വിവാഹിതയായി കുട്ടി പോകുന്ന വീട്ടിലെ ചെറുക്കന്റെ വിവാഹം കഴിച്ച പയ്യന്റെ രക്ഷിതാക്കളുടെ കയ്യിലാണ് ആ പെൺകുട്ടിയുടെ സ്വർണം മുഴുവൻ ഇരിക്കുന്നത്. എത്രയോ പെൺകുട്ടികൾ ഞങ്ങളുടെ അടുത്ത് കൗൺസിലിങ്ങിനും പരാതിയൊക്കെ ആയിട്ട് അവരുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളുമായി വരുമ്പോഴേ അവര് പറയുന്നത്, എനിക്കൊരു ചടങ്ങിന് പോകണമെങ്കിൽ എനിക്ക് ഇത്ര 100 പവൻ തന്നിട്ടാണ് എന്റെ കുടുംബത്തിൽ നിന്ന് എന്നെ ഇറക്കി വിടുക എന്നുള്ളതാണ്. എന്നെ കല്യാണം കഴിച്ച് വിട്ട്, ആ വാക്കൊക്കെ നമ്മൾ മാറ്റണം. കല്യാണം കഴിച്ച് വിടുക, ഇറക്കി വിടുക, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. അപ്പൊ എന്നിട്ട് പോലും ഒരു പക്ഷെ ആ പെൺകുട്ടിക്ക് അന്ന് കിട്ടിയ ആഭരണങ്ങളിൽ ഒന്ന് ധരിക്കണമെങ്കിൽ ആ വീട്ടിലെ തലമുതിർന്ന പുരുഷന്റെയോ, അല്ലെങ്കിൽ പുരുഷനെ മാത്രം കുറ്റപ്പെടുത്തുകയല്ല, അവിടുത്തെ സ്ത്രീയിലും ഉണ്ട് ഈ പുരുഷാധിപത്യ മനോഭാവം എന്ന്. അപ്പൊ അവിടുത്തെ സ്ത്രീയോ അന്ന് ലോക്കറിൽ, വിവാഹം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ലോക്കറിൽ വെച്ചാൽ ഒരു സ്വർണം പോലും പെൺകുട്ടിക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും അവരുടെ താല്പര്യങ്ങൾക്ക് വിനീത വിധേയമായിട്ട് ഈ പെൺകുട്ടി ജീവിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോ ഈ മനോഭാവം എന്നത്, പൊതുസമൂഹത്തിന്റെ മനോഭാവം എന്നത് തീർച്ചയായിട്ടും മാറേണ്ടതാണ്. പുതുതലമുറയിൽ അത് അവരുടെ വിദ്യാഭ്യാസത്തിൽ, കരിക്കുലത്തിൽ തന്നെ ഒരുപക്ഷെ സ്വർണത്തിനെ കൊണ്ടല്ല ഒരു പെൺകുട്ടിയെ അളക്കേണ്ടത്. അവളുടെ വിദ്യാഭ്യാസം, ബുദ്ധി, വിവേകം, ഊർജം, ഇതെല്ലാം പരിഗണിക്കണം. അപ്പൊ സ്വർണം ഇട്ടതിന്റെ പേരിൽ മാത്രമാണ് സൗന്ദര്യം എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാലത്തൊന്നും മാറണം. സ്വർണം ഒരു വരുമാനമാണ്, ശരിയാണ്. അതൊരു നിക്ഷേപമാണ്. പുതിയ തലമുറയ്ക്ക് ഏറ്റവും നല്ലൊരു വരുമാനമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ പല രക്ഷിതാക്കളും ഇന്നിപ്പോ സ്വർണം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളെന്ന രീതിയിൽ, പലപ്പോഴും പലരുടെ കയ്യിലും ഇന്ന് വാങ്ങിയ സ്വർണത്തെക്കാൾ ഉള്ളത്
നേരത്തെയുള്ള വിലയിൽ വാങ്ങിവെച്ച സ്വർണം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ പരസ്യങ്ങൾ വരുന്നതിന് നോക്കിയാൽ മതി. പലപ്പോഴും ഞാൻ എത്രയോ പരസ്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പരസ്യങ്ങൾ എഴുതി കൊടുത്താൽ തന്നെ നമുക്കറിയാം, ചെറിയ പെൺകുട്ടികളെയാണ് സ്വർണത്തിന്റെ പരസ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോഴും വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനെന്നുള്ള പരസ്യം പോലും ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പൊതുബോധം ഇപ്പോഴും നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും രക്ഷിതാക്കളിൽ നിന്നല്ല, പുതുതലമുറയിൽ നിന്ന് തന്നെ ആ കാഴ്ചപ്പാട് മാറിയേ തീരും. അതിനൊരു വരുമാനമായിട്ടോ വിലപിടിപ്പുള്ള വസ്തുവായിട്ടോ പരിഗണിക്കാം. ആവശ്യമുള്ള സമയത്ത് അവർക്കത് ഉപയോഗിക്കാം. പക്ഷെ സ്വർണം ഉണ്ടായാലേ കല്യാണം കഴിക്കൂ, ഇത്ര പവൻ സമം സ്ത്രീ എന്ന് പറയുന്നതിനോട്, അല്ലെങ്കിൽ അവിടെ പരിഗണിക്കപ്പെടേണ്ടത് സ്വർണമാണ് എന്ന് പറയുന്നതിനോട് തീർച്ചയായിട്ടും പുതിയ തലമുറയിൽ മാറ്റം വരണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷേ പഴയ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ വലിയ മാറ്റം ഉണ്ടാകുന്നില്ലേ അക്കാര്യത്തിൽ? പണ്ട് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരുന്നു രക്ഷിതാക്കൾക്ക്, ഇത്ര പവൻ സ്വർണം കൊടുത്താലേ നമ്മുടെ കുട്ടി ചെന്ന് കയറുന്ന വീട്ടിൽ സുരക്ഷിതയാവൂ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയൂ എന്ന ധാരണ മുൻപ് രക്ഷിതാക്കൾക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ വീട്ടുകാർക്കുണ്ടായിരുന്നു, പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അയക്കുന്ന വീട്ടുകാർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ വലിയ മാറ്റം വന്നില്ലേ? ഇത്ര പണം നൽകിയാൽ അല്ലെങ്കിൽ ഇത്ര സ്ത്രീധനം വേണമെന്ന് ആവശ്യപ്പെടുന്നവരോട് നമ്മുടെ കുട്ടിയെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്ന കൂട്ടരും ഇക്കാലത്തില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇപ്പൊ എനിക്കറിയാം, എന്റെ വിവാഹത്തിൽ ഞാൻ ഒരു ഡിമാൻഡും ഇല്ലാതെ മറ്റു പല ഡിമാൻഡുകളും ഒഴിവാക്കിക്കൊണ്ട്, ഇപ്പം നമ്മളെ നാട്ടിൽ താലി കെട്ടിയിട്ടുള്ള കല്യാണമാണ് എല്ലാവരും. ഓരോ മതങ്ങൾക്ക് ഓരോ ചടങ്ങുകളും വിശ്വാസവും ഉണ്ട്. പക്ഷെ എനിക്ക് എന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പറ്റി. ഞാൻ ഇന്ന് ഡിമാൻഡ് എനിക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. അങ്ങനെ ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്ന പുരുഷൻ അത് സമ്മതിച്ചില്ലെങ്കിൽ നീ പോയി നിന്റെ പണി നോക്ക് എന്ന് പറയാനുള്ള ആർജവം എനിക്കുണ്ടാവും. ആ ആർജവം ഞാൻ മാതൃകയാക്കി. ഡു ഓർ ഡൈ എന്ന് കേട്ട് വളർന്നൊരു നാടാണ് നമ്മള്. അപ്പൊ നമുക്ക് നമ്മുടെ ആദർശം, എന്റെ ആദർശമാണ് എനിക്ക് ജീവിത സമൂഹത്തിന് കാണിച്ചു കൊടുക്കാനുള്ളതെന്ന് ഓരോ പെൺകുട്ടിക്കും തീരുമാനം എടുക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു വിപത്തിൽ നിന്ന് നമുക്ക് മാറാൻ വേണ്ടി കഴിയും. സ്വർണ്ണം അല്ല, അതിനേക്കാൾ വലിയത് അവൾക്ക് നേടാൻ കഴിയും. ഒറ്റക്കാലിൽ നിൽക്കാനുള്ള പ്രാപ്തി. ആ രീതിയിൽ പോകുന്ന ഒരുപാട് രക്ഷിതാക്കളെയും നമുക്ക് കണ്ടുവരാൻ വേണ്ടി ഇന്നത്തെ സമൂഹത്തിൽ കഴിയും. മാത്രമല്ല, ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിവാഹം രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ മറ്റു പല നിബന്ധനകളുണ്ട്. അപ്പൊ ഇത്ര സ്വർണം ഉപയോഗിക്കുന്ന വിവാഹം മാത്രമേ രജിസ്റ്റർ ചെയ്ത് കൊടുക്കൂ എന്നുള്ളൊരു നിയമം വരണം. സ്വർണ്ണ വ്യാപാരികൾ ഒരു കാരണവശാലും പണക്കാനോ അവരെ ബിസിനസിനെ ബാധിക്കാനോ അല്ല പറയുന്നത്. പുതുതലമുറയിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, വിവേചനം, അസമത്വം ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നവനവങ്ങളായ കാഴ്ചപ്പാടുകൾ നമ്മുടെ ഭരണകർത്താക്കളിൽ പോലും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. അനുഭവങ്ങളിൽ നിന്നാണ്, ഒരുപാട് സ്ത്രീകളുടെ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ഈ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നത്. ശരി, ശ്രീ സമീർ, നമ്മുടെ ഈ സംസ്ഥാനത്ത് ഈ സ്വർണ്ണവിലയൊക്കെ തന്നെ ഈ മാറി മറിയുന്നത്, മുൻപൊക്കെ ഒരു ദിവസം വില വർദ്ധിച്ചു, തൊട്ടടുത്ത ദിവസം വില ഉയരുകയോ താഴുകയോ ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ കാണുന്ന ഒരു രീതി, മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഒന്നിലധികം തവണ 3ഉം 4ഉം തവണയൊക്കെ സ്വർണ്ണവില ഉയരുകയും താഴുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ജ്വല്ലറിയിലെ ആളുകൾ ഇത് വാങ്ങാൻ വരുമ്പോൾ ഇത്രയാണ് റേറ്റ്, ഇവർ വാങ്ങുന്ന കുറച്ച് കഴിയുമ്പോഴേക്ക് വില കുറയുകയാണ് അല്ലെങ്കിൽ ഉയരുകയാണ്. അത് ഏതെങ്കിലും രീതിയിൽ കച്ചവടത്തെ ബാധിക്കുന്നുണ്ടോ? അത് നല്ല രീതിയിലാണ്. ജനങ്ങൾക്ക് ചില സമയത്ത് അത് കുറയാറുമുണ്ട്, കുറഞ്ഞിട്ട് വരാറുമുണ്ട്. അപ്പൊ ജനങ്ങൾ രണ്ടും അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്കിലും അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്ത് നടക്കുന്ന ഈ വാറിന്റെ ഇഷ്യൂസ് ഒക്കെ ഇപ്പോൾ അറിയാലോ. ഉക്രൈൻ റഷ്യ യുദ്ധം മുതലാണ് ശരിക്കും പറഞ്ഞാൽ ഗോൾഡിന്റെ റേറ്റ് ഇത്രയും കൂടുതൽ ഹൈക്കാവാൻ കാരണം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റോ കാര്യങ്ങളോ വരുന്ന സമയത്താണ് ഡോളർ റേറ്റിലേക്ക് മാറ്റം വരുന്നത്. ആ മാറ്റം വരുന്നത് കൊണ്ട് നമുക്ക് ഇപ്പോ റീസെന്റ് ആയിട്ട് ഒരു 2-3 മാസമായിട്ട് അടിക്കടി നമുക്ക് ഇടക്കിടക്ക് പിന്നെ ഇതേപോലെ റേറ്റ് മാറിയിട്ട് വരുന്നത് കൊണ്ട് കസ്റ്റമറെ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. വില കുറഞ്ഞ കസ്റ്റമർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, വില കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ കൺവീൻസ് ചെയ്യാറുണ്ട്. ശ്രീ പി കെ മിർഷാദ്, ഈ പഴയ സ്വർണം കൊണ്ടുവന്ന് പുതിയ സ്വർണം വാങ്ങി കൊണ്ടുപോകുന്ന ഒരു പ്രവണത വർദ്ധിക്കുന്നുണ്ടോ ഈ വിലയൊക്കെ തന്നെ ഉയരുന്ന സാഹചര്യത്തിൽ? ഇപ്പോഴുള്ള ഏറ്റവും കൂടുതലുള്ള ഒരു ബിസിനസ് നമുക്ക് വരുന്നത് തന്നെ പഴയ സ്വർണം മാറ്റിയിട്ട് പുതിയ സ്വർണം എടുക്കുന്ന ആളാണ്. പഴയ സ്വർണം മാറ്റിയിട്ടുള്ള ബിസിനസ് തന്നെയാണ് ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് നമുക്കിപ്പോ വരുന്നത്. ക്യാഷ് ഫ്ലോസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ വരുന്നത് കൂടുതലും പഴയ സ്വർണം തന്നെയാണ്.
ഇപ്പൊ ഒരു 60-40 ബിസിനസ് അങ്ങനെയാണ് നടന്നു പോകുന്നത്. അങ്ങനെയാണ് വരുന്നത്. ശരി, അവസാനമായി ശ്രീ സമീർ, ഇപ്പോൾ നമ്മൾ ഈ ജനുവരിയിൽ ഈ സ്വർണ്ണ വ്യാപാര മേഖലയിൽ ഒരു പവനുണ്ടായിരുന്ന വില 99,040 ഇപ്പോഴത് 1,00,000, ഒരു മാസമായിട്ടില്ല, അതിന് മുൻപ് തന്നെ 1,30,000 കടക്കുന്നു പവന്റെ വില. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഈ പവന്റെ വില 2,00,000-ലെത്താൻ വലിയ താമസം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ ഇത് എത്ര മാസം കൊണ്ട് ഇത് പവന്റെ വില 2,00,000-ലെത്തുമെന്നാണ് തോന്നുന്നത്? ഞങ്ങൾ വായിക്കുന്ന എക്കണോമിസ്റ്റിന്റെ കാര്യങ്ങൾ, അവരുടെ ഡാറ്റയും കാര്യങ്ങളെല്ലാം പറയുന്നത് ഇനിയും റേറ്റ് ഒരു $8,000 പെർ ഔൺസിന് റേറ്റ് പോകുന്നത്. അതാണ് ഇപ്പോഴത്തെ പ്രഡിക്ഷൻ. കാരണം ഇന്നലെ ഈ റീസെന്റ് പോലും പോളണ്ട് പോലുള്ള രാജ്യങ്ങൾ പോലും അവരുടെ റിസർവ് ഫണ്ട് ഈ ഗോൾഡിലേക്ക് മാറുന്നുണ്ടെങ്കിൽ എന്തായാലും സ്വർണത്തിന്റെ വില ഇനിയും മുന്നോട്ട് തന്നെ പോകാനാണ് ചാൻസ്. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നൊരു ആശങ്ക ഉണ്ട്. ഇൻഡസ്ട്രിയിൽ അതൊരു വലിയ പ്രതിസന്ധി തന്നെയായിട്ട് ഒരു കാണിക്കും. കാരണം ഇത്രയും വില ജനങ്ങൾക്ക് അഫോർഡബിൾ ആയ ഒരു പ്രൈസിൽ ഇതൊരു സാധനം വാങ്ങിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ അവരെന്തായാലും അതിന്റെ ഒരു ക്വാണ്ടിറ്റി എന്തായാലും കുറക്കും. കാരണം നമ്മുടെ സംസ്കാരം അനുസരിച്ച് സൗത്ത് ഇന്ത്യയിൽ ജ്വല്ലറി ഇല്ലാതെ ഒരു കല്യാണം ആലോചിക്കാൻ തന്നെ പറ്റില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം അതിന്റെ ക്വാണ്ടിറ്റിയിൽ വരുന്ന വേരിയേഷൻ എന്തായാലും നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ മേഖലയിലും ഉള്ളതുപോലെ തന്നെ വലിയ സ്ഥാപനങ്ങളൊക്കെ തന്നെ നിലനിൽക്കുകയും ചെറുകിട ജ്വല്ലറി സ്ഥാപനങ്ങളൊക്കെ തന്നെ അടച്ചുപൂട്ടേണ്ട അവസ്ഥയുണ്ടാകും. ഈ ആളുകൾ കൂടുതലായി മറ്റ് ബിസിനസ്സുകളിലേക്ക് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ ഈ വിലക്കയറ്റമൊക്കെ വരുമ്പോൾ? ആളുകൾ ഈ ജ്വല്ലറി ഉടമകളൊക്കെ തന്നെ മറ്റ് ബിസിനസ്സുകളിലേക്ക് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ശരി, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. UPK സമീർ, MM അനിത, PK മിർഷാദ്. സ്വർണ്ണവില ഇത് എങ്ങോട്ട് എന്ന വിഷയമാണ് ഇന്ന് ഓപ്പൺ ഫോറം പരിശോധിച്ചത്. സ്വർണ്ണവില അനുദിനം കുതിച്ചുയരുകയാണ്. കഴിഞ്ഞ ദിവസം മാത്രം പവന് 8,000-ലധികം രൂപയുടെ വർധനവുണ്ടായിരിക്കുന്നു. ഈ ജനുവരി മാസത്തിൽ തുടക്കത്തിൽ 99,000 രൂപയിലുണ്ടായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ അത് 1,30,000 കടന്നിരിക്കുകയാണ്. സമീപ ഭാവിയിൽ തന്നെ അത് 2,00,000-ലേക്ക്, പവന് വില 2,00,000-ലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓപ്പൺ ഫോറത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണാം. നമസ്കാരം.